ഹായ് ഗായ്സ്, ഞങ്ങൾ ഇപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോവാം. പക്ഷെ എനിക്ക് കറക്റ്റ് ഈ കടേനെ പറ്റിയിട്ട് വലിയ ധാരണ ഒന്നും ഇല്ല. കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അറിയില്ല അങ്ങനത്തെ സാധനങ്ങൾ ഇനി അവിടെ ഉണ്ടോ കിട്ടുമോ ഒന്നും. പക്ഷേ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ചേച്ചിയും കൂടെ ചേച്ചിയും കൂടെ ഇറങ്ങിയേക്കുക. Let's see. So, once again, welcome back to our YouTube channel. ഇപ്പം ഞാൻ പോകുന്ന കടയിൽ കുറേ ക്യൂട്ട് കുറേ സാധനങ്ങൾ കിട്ടും. അപ്പം ഞാൻ ആ ഒരു ഐഡിയയിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ടാണ് പോകുന്നത്. പക്ഷെ എനിക്കറിയില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്നുള്ളതൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. നമ്മൾ ഓൾമോസ്റ്റ് കടയുടെ അവിടെ എത്തി. ഞാൻ കാണിച്ചത് ഇപ്പോൾ കട ഞാൻ ഇതുപോലെ പുറത്തുനിന്നേ കണ്ടിട്ടുള്ളൂ. ഞാൻ അകത്തേക്ക് ഇതുവരെ കയറിയിട്ടില്ല. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അകത്ത് കയറിയിട്ട് എങ്ങനെയുണ്ട്, ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ അവിടെ കിട്ടുമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ്. ഞാനിവിടെ വെറുതെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ കണ്ടിട്ടുള്ളൊരു കടയാണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറാത്ത കാരണം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതിൻ്റെ അകത്ത് എന്താണെന്നൊക്കെയുള്ളത് കാണാൻ. ഇനി നമുക്ക് ഒരുമിച്ച് കാണാം. ഇതിൻ്റെ അകത്തേക്ക് കടന്നപ്പോൾ എനിക്ക് മനസ്സിലായി പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല അകത്തൊരു ലോകം തന്നെയായിരുന്നു. ഒരു വീട്ടിലേക്ക് വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അതുപോലെ ചെയേഴ്സ് ആയിക്കോട്ടെ, ലൈറ്റ് ആയിക്കോട്ടെ, പിന്നെന്താ ഡെക്കറേഷൻ ചെയ്യാനായിട്ടുള്ള സാധനങ്ങളായിക്കോട്ടെ, എല്ലാം അവിടെ ഉണ്ട്. ഫുൾ എസ്തറ്റിക് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ചെയേഴ്സൊക്കെ ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഇങ്ങനത്തെ കടകൾ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് ഇവിടെ വന്നപ്പോൾ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. ഞാനവിടെ കുറേ നേരം നിന്നു. ഇവിടെ ഭയങ്കര ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ നോക്കുകയാണെങ്കിൽ അല്ല. പക്ഷേ ചില സാധനങ്ങൾക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ആണെന്ന് തോന്നും. അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. കുറേ പിൻട്രസ്റ്റി ഐറ്റംസ് ആയിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എടുക്കാൻ വന്ന സാധനം ഇതല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഭാഗം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉപേക്ഷിച്ചു. ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാത്രം വരണം. ഞാനൊരു സമ്മാനം മേടിച്ചു. പ്രതീക്ഷിക്കാത്ത കാലത്ത് ഞാൻ സമ്മാനം മേടിച്ചു. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാൻഡില. എനിക്ക് തോന്നുന്നു ക്രിസ്മസിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ഈ ക്രിസ്റ്റൽ ഗ്രീൻ കളറാണ്. ക്രിസ്മസൊക്കെ കുറച്ച് മാച്ച് ഉണ്ടല്ലോ, ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയതൊരു ബേക്കറിക്കായിരുന്നു. ചേച്ചിയുടെ ആയിരുന്നു ട്രീറ്റ്. അപ്പം ഞാൻ വേണ്ടെന്ന് എടുക്കണേ. എനിക്ക് ഈ മഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചിക്ക് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? നല്ല സിട്രോണയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലേ? കറക്റ്റ്. ഇന്നൊക്കെ മാംഗോ ട്രൈ ചെയ്യാം. ഭയങ്കര സോഫ്റ്റ്. പക്ക മാംഗോയുടെ ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനിക്ക് പിന്നെ പറയാനുള്ളത് മസ്റ്റ് ട്രൈ ആയിട്ടായിരുന്നു മാംഗോ കേക്ക്. എനിക്കിത് പറയാൻ വിട്ടുപോയി. നമ്മളിങ്ങനെ വെറൈറ്റികളൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്യാം. അതുപോലത്തെ ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ നെക്സ്റ്റ് ബസ് വന്നു.
ഞങ്ങളുടെ വീട് ഒരു മലയുടെ മുകളിലായ കാരണം കൊണ്ട് ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ടല്ല ഇവളവിടെ എവിടെ പോയാലും ഇവളെ കിട്ടും. ഇവർ രണ്ടുപേരും നഴ്സുമാരായിട്ടാണ് ജർമ്മനിലോട്ട് വന്നത്. അതിലൊരാൾ നഴ്സായിട്ട് ക്രാങ്കൻ ഹൗസിൽ വർക്ക് ചെയ്യുന്നു, ഒരാൾ ഓൾഡ് ഏജ് ഹോമിലായിട്ടാണ്. നാട്ടിൽ പോകാനായിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചേക്കാം. ഇവിടേക്ക് ലൈറ്റുള്ള നല്ല രസമുണ്ടായിരുന്നു. വീട്ടിൽ പോയപ്പോഴും ഇവളിങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത് മൈൻഡാക്കേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുക്കുക എന്നുള്ള മൈൻഡിലാണ് അവളെ തിരിഞ്ഞിരുന്നത്. ഞാൻ പക്ഷെ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. നിന്നെ നന്നായിട്ട് കാണാം. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.